എൻ്റെ പേര് റോഹിത് തമ്പാൻ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നാണ് വരുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. ഞാൻ 5/8/2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമേ തന്നെ കൃപാസന അമ്മയ്ക്കും തിരുവുമാരനും കോടാനുകോടി നന്ദി. ഞാൻ 5/8/2023 ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ദുബൈയിലേക്ക് പോകാൻ എറണാകുളം ഏജൻസിയിലേക്ക് കൊടുത്തേക്കുമായിരുന്നു. അത് ഒന്നും ശരിയാകാതെ 1 വർഷമായിട്ട് ശരിയാകാതെ കിടക്കുകയായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് സാമ്പത്തികം കൊടുത്തു തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ചെയ്ത് ആ കമ്പനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച്, അങ്ങനെ എന്നോട് ഏജൻസി ചെല്ലാൻ പറഞ്ഞ്, അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ ഏജൻസി ചെന്ന് അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എടുക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങി വെക്കുകയും ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു പോന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെക്കുറിച്ച് പിന്നൊന്നും അവരൊന്നും വിളിക്കാതെയായി. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി അങ്ങനെ ഇവിടുന്ന് വീട്ടിൽ ചെന്ന ഉടനെ അപ്പോൾ എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ പറഞ്ഞ് കുറച്ച് ലേറ്റാകുമെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നന്ന് വൈകിട്ട് തന്നെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എമിഗ്രേഷൻ ക്ലിയറൻസ് റെഡി ആയിട്ടുണ്ട്, നിങ്ങളുടെ ഇന്ന ദിവസത്തേക്കാണ് ടിക്കറ്റ് എന്ന് എന്നോട് പറയുകയും ചെയ്ത്. അങ്ങനെ എനിക്ക് അമ്മ വഴി, കൃപാസന അമ്മ വഴി എനിക്ക് ദുബൈയിലേക്ക് പോകാനുള്ള ആ ചാൻസ് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പോയി. അങ്ങനെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല. അമ്മയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആർക്ക് വെൽഡിങ്ങിൻ്റെ ട്രേഡാണ് എനിക്ക്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല. അവിടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച ട്രേഡല്ല. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ കയറി ഞാൻ പറഞ്ഞു, സാർ എന്നാണ് ഞാൻ ഈ ട്രേഡിലല്ല ഞാൻ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മിഗ് വെൽഡിങ്ങിൻ്റെ വേക്കൻസിയാണ് കൂടുതലുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ച് കയറി പൊക്കോളാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടുന്ന് കടമൊക്കെ എടുത്താണ് അവിടോട്ട് പോയത്. അപ്പോൾ അങ്ങനെ തിരിച്ച് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പലിശയ്ക്ക് പൈസയൊക്കെ മേടിച്ച് അങ്ങനെ ഏജൻസി കൊടുത്തൊക്കെയാണ് ഞാൻ അങ്ങനെ ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എന്നാലും എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ഒരാഴ്ചത്തെ കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ ആ മിഗ് വെൽഡിങ് ഗ്യാസ് വെൽഡിങ്ങാണ്. അങ്ങനെ ഞാൻ ആ ഗ്യാസ് വെൽഡിങ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര വേദന ഉണ്ടാവുക. അതെനിക്ക് നേരത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണത് മറ്റേ ഗ്യാസ് വെൽഡിങ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നെ വെൽഡിങ്ങെ ഉപേക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ പിന്നെയും ഏതായാലും അവിടെ ചെന്നല്ല തിരിച്ചെങ്ങനെ വരും എന്നുള്ള ഇതിൽ തിരിച്ച് വന്നാൽ ഒരുപാട് പൈസ കടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരാഴ്ചത്തെ കോഴ്സിനെ അറ്റൻഡ് ചെയ്ത് ഞാൻ ആ മിഗ് വെൽഡിങ് തന്നെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കുകയും 2 കണ്ണിൽ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം എടുക്കുക. അത് തന്നെ തലയ്ക്കകത്ത് ഭയങ്കര വേദന. അങ്ങനെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. സ്ഥിരമായിട്ട് മിക്കവാറും ഞാനങ്ങ് ലീവാകുന്ന ഒരു സാഹചര്യം വന്നു. അങ്ങനെ എന്നെ കമ്പനിയുടെ ഓഫീസിൽ വിളിച്ച്, താങ്കൾ എന്താണ് ഇത്ര ലീവ് എടുക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പഠിച്ച വെൽഡിങ് അല്ലത്, എനിക്കിത് പറ്റുന്നില്ല, ഞാനിത് നേരത്തെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ആക്സിഡൻ്റ് ഫലമായിട്ട് ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ഈ വെൽഡിങ് ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടറിന് എന്നോട് പറഞ്ഞതാണ്. അന്ന് ഞാൻ ആ ഓഫീസിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, വേറെ ഇവിടെ ഒരു സൈറ്റുണ്ട്, അവിടേക്ക് നിങ്ങളെ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് മാറ്റിയപ്പോഴും അവിടെ ഞാൻ പഠിച്ച വെൽഡിങ് ഉണ്ട്, പക്ഷേ അവിടെ കൂടുതലാണ്. അവിടെ കൂടുതൽ ഫില്ലായി. പിന്നെ എനിക്ക് അവിടെ കോൺക്രീറ്റിൻ്റെ കമ്പി കെട്ടുന്നതൊക്കെ ആ വർക്കിലേക്ക് എന്നെ മാറ്റി. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം വീണ്ടും എന്നെ HR, അങ്ങനെ ഞാൻ കൃപാസന അമ്മയെ വിളിച്ച് റൂമിൽ വരുമ്പോൾ കൃപാസന അമ്മയെ വിളിച്ച്, അമ്മ ഞാൻ പഠിച്ച വർക്കല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ വന്നു പോയി ഒരുപാട് പൈസ കടമുണ്ടല്ലോ, ഞാൻ തിരിച്ച് കയറി പോകാനും പറ്റത്തില്ല, എന്ത് ചെയ്യുമെന്ന് ഞാൻ അമ്മയെ വിളിച്ച് ഡെയിലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ തന്നെ ഞാൻ വെളുപ്പിന് 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാൻ റൂമിൽ ക്യാമ്പായതുകൊണ്ട് റൂമിൽ തിരികെ എത്തിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമ്മൾ ഇവിടുത്തെ ബുക്ക് നോക്കി ഞാൻ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ഈ സായന പ്രാർത്ഥനയെ ഞാൻ ബുക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ഡെയിലി അങ്ങനെ പ്രാർത്ഥിക്കുക. അമ്മയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം, അമ്മ എന്ത് ചെയ്യുമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം സൈറ്റിൽ വെച്ച് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾ പറഞ്ഞ് എന്നെ ഓഫീസിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ HR മാനേജർ ഒരു മേഡമാണ്. ആ മേഡം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോഹിത്തം പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇയാൾ ഇവിടെ നിൽക്കേണ്ട, ഞങ്ങളുടെ അബുദാബിയിൽ ഒരു സൈറ്റുണ്ട്, ആ സൈറ്റിലോട്ട് ഇയാളെ മാറ്റുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം ശരി, എന്നാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കൾ പഠിച്ച വർക്ക് അവിടെ ഉണ്ട്, ഇയാൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു രാത്രി തന്നെ
എന്നെ നേരെ അങ്ങോട്ട് തന്നെ ആ സൈഡിലോട്ട് തന്നെ മാറ്റി. അവിടെ നിന്ന് കുറച്ച് ദൂരം അബുദാബിയിലോട്ട് ദൂരം അങ്ങനെ എന്നെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ അവിടെ ചെന്ന് ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ മിഷൻ ഓപ്പറേറ്റിങ്ങും മാതാവിൻ്റെ കൃപയാൽ എനിക്ക് പഠിക്കാനും പറ്റി. അങ്ങനെ ഇത് വെൽഡിങ്ങും മിഷൻ ഓപ്പറേറ്റിങ്ങും എല്ലാം വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവിടുത്തേനെക്കാട്ടിൽ സാലറി എനിക്ക് കൂട്ടി കിട്ടുകയും ചെയ്ത്. അങ്ങനെ ഞാൻ ആദ്യം ദുബായ് വർക്ക് ചെയ്ത് അത്ര സാലറി എനിക്കില്ലായിരുന്നു. അപ്പോൾ കൃപാസനമ്മയുടെ അനുഗ്രഹത്തോടാണ് അബുദാബി ചെന്നപ്പോഴത്തേക്ക് എനിക്ക് സാലറി അത്യാവശ്യം നല്ല സാലറി എനിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു സ്റ്റോറിൽ ഇൻചാർജ് മലയാളിയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, റോയ് ഇയാൾക്ക് സ്റ്റോർ ഇപ്പോൾ ഒരാൾ വേക്കൻസി ഉണ്ട്, ഇയാൾക്ക് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അബുദാബി ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും, മുടങ്ങാതെ ഞാൻ കൃപാസനം ഞാൻ പ്രാർത്ഥിക്കുക, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും സാധന പ്രാർത്ഥന എല്ലാം ഞാൻ കൂടുകയും ചെയ്തു. കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഈ സാറിനോട് ചോദിച്ചു, റോയ്ക്ക് സ്റ്റോർ കീപ്പർ എന്നോട് ചോദിച്ച്, റോയ് അസിസ്റ്റൻ്റായിട്ട് കയറാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. സ്റ്റോറി ഞാൻ പറഞ്ഞ് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇയാൾ കണ്ണിന് പ്രശ്നമല്ലേ, വെള്ളിങ് ചെയ്യേണ്ട, ഇയാൾ സ്റ്റോറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും 1-2 ആഴ്ചയായിട്ട് ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി എൻ്റെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഈ സ്റ്റോർ ഇൻചാർജിൻ്റെ റൂമിൽ ചെന്ന് ഞാൻ ഉപ്പ് ഞാൻ കൊണ്ടുപോയായിരുന്നു പോയ സമയത്ത്. അങ്ങനെ ഞാനിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ എന്നെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, ഇയാളൊരു കാര്യം ചെയ്യുക, അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് അമ്മയ്ക്കും തിരുവുമാനും കോടാനുകോടി നന്ദി. അങ്ങനെ ഞാനിപ്പം അസിസ്റ്റൻ്റ് സ്റ്റോർ കീപ്പറായിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. ബിൽഡിങ്ങിൻ്റെ പണിയെല്ലാം വിട്ട് ഇപ്പോൾ 2 കൊല്ലം. അപ്പം ഞാൻ ആദ്യം ദുബായിൽ നിൽക്കുമ്പം അങ്ങനെ അധികം ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തേയില്ല, എനിക്ക് കണ്ണിന് പ്രശ്നമായിട്ട് ലീവായിരുന്നു കൂടുതലും. അബുദാബി ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വരുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ ഞാൻ സ്റ്റോറിൽ വർക്ക്, ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ അമ്മ എന്നെ സൈറ്റിൽ വിട്ട് അമ്മയ്ക്ക് തിരുവുമാനും കോടാനുകോടി. അതുപോലെ തന്നെ ദുബായ് കിട്ടുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ച് പൈസ കൂടുതൽ അമ്മ കൂട്ടി തരികയും ചെയ്ത്, കമ്പനി കൂട്ടി അമ്മയ്ക്ക് തിരുവുമാനും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള മെഡിക്കൽ എടുത്ത് എമിറേറ്റ്സ് ഐഡിയൊക്കെ ക്ലിയർ ചെയ്തിട്ട് എടുത്ത് അതിന് കുറച്ച് ലേറ്റായിരുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എമിറേറ്റ്സ് ഐഡി എല്ലാം ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ സ്റ്റോറിൽ നിന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നെ മാറ്റാൻ വേണ്ടി പല പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു. എന്നെ നമ്മുടെ കാരണമല്ലാതെ തന്നെ എന്നെ കംപ്ലൈൻറ്റുകളൊക്കെ വന്നായിരുന്നു. പക്ഷേ കൃപാസന അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. സമയം കിട്ടുമ്പോഴെല്ലാം സാക്ഷ്യങ്ങൾ കേൾക്കും. സ്റ്റോറിൽ സാധനം എടുക്കാൻ വർക്കർമാർ വരാത്ത സമയത്തെല്ലാം ഞാൻ മൊബൈൽ ഓണാക്കി വെച്ച് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. കൂടുതൽ എൻ്റെ ടൈമിൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ പള്ളിയുടെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, അവിടെ ലീവില്ല, ഞായറാഴ്ച ലീവില്ല, ഒരു ദിവസം പോലും 2 കൊല്ലത്തിൽ അങ്ങനെ ലീവ് ഇല്ല. പിന്നെങ്ങാണ് കമ്പനി ലീവ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ സമയത്തൊക്കെ ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ അവിടെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ പള്ളിയിൽ പോകും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു, ഇവിടെ കൃപാസന പത്രം ഞാൻ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് തന്നെ ഫ്ലൈറ്റേ വെച്ച് തന്നെ എൻ്റെ കൂടെ ഇരുന്നവർക്ക് തന്നെ പത്രം ഞാൻ വിതരണം ചെയ്ത്, എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് പേർക്ക് ഞാൻ പത്രം കൊടുത്തു, ഇപ്പുറത്തെ സീറ്റിലൊക്കെ ഉള്ളവർക്കൊക്കെ പത്രം വിതരണം ചെയ്തു. അതുപോലെ തന്നെ റൂമിൽ ചെന്ന് ആന്ധ്രക്കാരൊക്കെ ആയിരുന്നു, ആന്ധ്രക്കാരോടൊക്കെ ഞാൻ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹിന്ദി തന്നെ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ഈ പത്രം കൊടുത്തു. അപ്പോൾ ഒരു ആന്ധ്രക്കാരൻ പറഞ്ഞ് പത്രം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ശരീരത്തിനൊക്കെ അവനൊരു അസുഖം എന്തോ ഉണ്ടായിരുന്നു, ഒരു ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞ്. അങ്ങനെ ഹിന്ദിക്കാരോട് ഞാൻ അബുദാബി സൈറ്റിൽ ചെന്ന് ഹിന്ദിക്കാരോട് ഞാൻ പറഞ്ഞു, ഇന്ന ജാതിക്കാരൊന്നുമില്ല, മുസ്ലിങ്ങളോ അങ്ങനെ ഇങ്ങനൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറഞ്ഞു കൃപാസനത്തെക്കുറിച്ച്. എല്ലാവരും സ്റ്റോറി വരുന്നവരോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അങ്ങനെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സെക്യൂരിറ്റി രാജസ്ഥാനിയാണ്, അവൻ ഇത് കണക്ക് വീണ് കാല് മുറിഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് വേദന എടുക്കും, ഭയങ്കര വേദനയാണ്. ഞാനിങ്ങനെ സ്റ്റോറിൽ അവൻ വന്ന കൂട്ടത്തിൽ ഒരു ഫയലെടുക്കാൻ വന്ന കൂട്ടത്തിൽ പറഞ്ഞ് ഇങ്ങനെ ഞൊണ്ടി നടന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം വൈകിട്ട് റൂമിൽ ചെന്ന് ഉടമ്പടി തൈലം അവന് തേച്ച് പ്രാർത്ഥിച്ചു. അവൻ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, റോയ് നീ പുരട്ടി തന്ന ഉടമ്പടി തൈലം തേച്ച കാരണം ഭയങ്കര വേദനയ്ക്ക് ഒരുപാട് മാറ്റമുണ്ട്, മറ്റേ എനിക്ക് കാല് തറ കുത്താൻ പറ്റത്തില്ല, അന്ന് നീരായിരുന്നെന്ന് പറഞ്ഞു. രാജസ്ഥാനിയാണ്. അപ്പോൾ അവനും ഭയങ്കര വിശ്വാസമായി, ഇതിനെക്കുറിച്ച് അവനും ഭയങ്കര വിശ്വാസമായി. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കിട്ടുന്ന സമയത്തെല്ലാം കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ പറയും, ആരോടാണേലും ഞാൻ പറയും, എനിക്കങ്ങനെ ചമ്മലൊന്നുമില്ല, എല്ലാവരോടും ഞാൻ പറയും. അതുപോലെ തന്നെ സൈറ്റിൽ വെച്ച് ഇതെനിക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ കൊടുക്കും, തിരിച്ച് മേടിക്കത്തില്ല പൈസ, ഞാനത് കൊടുക്കും. പിന്നെ ആഹാരം മേടിച്ച് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്തെങ്കിലും വന്നാൽ ഞാൻ ആൾക്കാർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എന്നെക്കൊണ്ടാവുന്ന രീതി എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഞാൻ
ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. നേരത്തെയൊക്കെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടൊക്കെ 6 മാസം കഴിയുമ്പോൾ തിരിച്ചു പോരുമായിരുന്നു. പിന്നെ ഞാൻ ഹാൻഡ്സ് വെക്കുമായിരുന്നു. അങ്ങനെ സിഗരറ്റ് വലി, ബീഡി വലി എല്ലാം ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് കൃപാസനമ്മ പൂർണ്ണമായിട്ട് എനിക്ക് ആ ഒരു ദുശീലങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. എനിക്കിപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെയല്ല. ഇപ്പോൾ 3-4 വർഷത്തിനൊക്കെ മുകളിലായി ഇപ്പം ഞാൻ ഈ സംഗതികളൊന്നും ഞാൻ ഉപയോഗിക്കുന്നു. ഒരുപാട് വർഷം ഇപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പോൾ കാണുമ്പം തന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. മറ്റേത് മദ്യമൊക്കെ നല്ലപോലെ ഞാൻ കഴിക്കുന്ന ആളായിരുന്നു, ഷെയറിട്ടൊക്കെ കുടിക്കുന്ന ആളായിരുന്നു. എല്ലാം കൃപാസന അമ്മയ്ക്ക് തിരുവുമാനം കോടാനുകോടി നന്ദി. ജോഷുവ 1:9 നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. റോയി തമ്പാൻ എന്ന ഈ മകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ജീവിതം എങ്ങനെ ദൈവഹിത പ്രകാരം കരുപ്പിടിപ്പിച്ചുവെന്ന് നമ്മോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് 1 വർഷമായി വിസ ലഭിക്കുന്നതിന് യാതൊരു പ്രോസസ്സും നടക്കാതെ മുഴുവനും ഫ്രീസായി നിൽക്കുമ്പോഴാണ് മകൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ആ ദിവസം തന്നെയാണ് ആദ്യമായി ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നതും ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് വിസ ലഭിച്ച് മകൻ വിദേശത്തേക്ക് പോകുന്നതും. നമ്മൾ അതുകൊണ്ടാണ് കൃപാസനം പത്രത്തിൽ ഏറ്റവും ശക്തമായി നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ക്യാപ്ഷൻ നമ്മൾ കാണുക, ഉടമ്പടി ജീവിതം ഉടനടി അനുഗ്രഹമെന്ന്. ഉടമ്പടിയിലേക്ക് നാം ആഗ്രഹത്തോടു കൂടി വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടിയാണ് സ്റ്റെപ്പിൻ ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ അനേകർക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ ഉപകരണമാകും എന്നുറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ അപ്പോൾ തന്നെ ഏറ്റെടുത്ത് അമ്മ നമുക്ക് വേണ്ടി നന്മയുടെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഒരുക്കിത്തരും. മകൻ വിദേശത്തേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ മകൻ അവിടെ ക്ലേശകരമായ കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോഴും മാതാവിലുള്ള വിശ്വാസം കുറയുന്നില്ല, ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. ഇത്രത്തോളം തന്നെ എത്തിച്ചത് അമ്മയാണെങ്കിൽ ഈ ഇപ്പോഴുള്ള ക്ലേശങ്ങളിൽ നിന്ന് കരകയറ്റുവാനും അമ്മയിലുള്ള ശരണപ്പെടലിലൂടെ വിശുദ്ധിയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെ സാധിക്കുമെന്ന് മകൻ കരുതുന്നതാണ്. ആ വെൽഡിങ് ഫീൽഡിൽ നിന്നും ഒന്ന് സ്വസ്ഥമായ, തനിക്ക് രോഗക്ലേശങ്ങളില്ലാത്ത, ലീവ് എടുക്കേണ്ടി വരാത്ത ഒരു സ്വസ്ഥതയുള്ള ജോലി സാഹചര്യത്തിലേക്ക് മാറുന്നതിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശരിക്കും മകനതിന് ബലം പകരുന്നത് മകൻ്റെ പ്രേക്ഷിത പ്രവൃത്തിയും കാരുണ്യ പ്രവൃത്തികളുമാണ്. മകൻ സൂചിപ്പിക്കുന്നുണ്ട്, ആരെ കണ്ടാലും അവരോട് കൃപാസന മാതാവിനെക്കുറിച്ച് പറയുന്നതിന്, തൻ്റെ ജീവിതം ഇത്രത്തോളം പരിപാലിച്ച് നയിച്ചത് അമ്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് ഒരിക്കലും മടികൂടാതെ മകൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും മകനത് വലിയ അനുഗ്രഹത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് സ്ഥലമാറ്റവും അവിടെ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് സ്റ്റോറിലേക്ക് സ്ഥലമാറ്റവും അതിലൂടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട സാലറി ലഭിച്ചുകൊണ്ട് ലീവൊന്നും എടുക്കാതെ ജീവിതം സുരക്ഷിതമാക്കുവാൻ അമ്മ മകനെ അനുഗ്രഹിച്ചതിനെയാണ് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അവന് ലഭിച്ച ഭൗതികമായ നന്മകളേക്കാൾ നമ്മളെ സ്വാധീനിക്കുന്നത് ജീവിതത്തിൽ വന്ന മാറ്റമാണ്. പുകവലിയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ദേഷ്യപ്രകൃതിയിൽ നിന്ന് ഒക്കെ മാറിക്കൊണ്ട് തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ചും പ്രതിഷ്ഠിച്ചും ശുദ്ധതയോടും നന്മയോടും കൂടി നിരന്തരം സൂക്ഷിക്കുവാനുള്ള വലിയ തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ മകനെ അനുഗ്രഹിച്ചത് ഉടമ്പടി ജീവിതമാണെന്ന് മകൻ ഈ എൽത്താരയിൽ ഏറ്റുപറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഉടമ്പടിയെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഉടമ്പടിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നാം ഒരു ജോലിയോ ഒരു പരീക്ഷയുടെ വിജയമോ ഒരു വിസയോ മാത്രം ഒരു ചെറിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്പമനുഷ്യരായി തീരുകയാണോ? അതോ ഉടമ്പടിയിലൂടെ നമ്മളിൽ തന്നെ സമൂലമായ മാറ്റം വന്നുകൊണ്ട് ദൈവത്തിന് എപ്പോഴും ഇടപെടുവാൻ പറ്റുന്ന വിധം ഒരു ജീവിതം സമർപ്പിക്കുവാൻ തയ്യാറുള്ളവരായി മാറുകയാണോ? നമുക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുകയും അനേകർക്ക് അനുഗ്രഹത്തിന് ഉപകാരപ്പെടും വിധം അത് സമർപ്പിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയുള്ള ജീവിതത്തിന് നിന്നെ തന്നെ നീ വിട്ടുകൊടുത്ത് സമർപ്പിക്കുക. നിൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് കൂടെ നിന്ന് അമ്മയും തിരുക്കുമാരനും നിനക്ക് ഏൽപ്പിച്ചു തരും, നിന്നെ അനുഗ്രഹിച്ച് നയിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൻ ഈ എൽത്താരയിൽ പങ്കുവെച്ചത്. ഈ മകന് ലഭിച്ച എല്ലാ ജീവിത അനുഭവങ്ങൾക്കും ജീവിത പരിവർത്തനത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.